മക്കളെ, ഇതാ ജെറുസലം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. മകളെ, നമ്മൾ തല ഉയർത്തി നടക്കാനും ശത്രുക്കളെ പോലെ ലജ്ജിതരാക്കാനും സമാധാനത്തോടെ മരിക്കാനും വചനമാണ് നമുക്ക് ശക്തി നൽകുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരും അത് വായിക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതരായിരിക്കുമെന്ന്. ഇതാ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24b. അതാണ് വചനം. എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എവിടെയാണ് അടുക്കലേക്ക് വന്ന് അനുഗ്രഹിക്കുന്നത്? അവിടുത്തെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്ത്. നമുക്കറിയാം, തിരുസഭയിൽ, ദൈവാലയത്തിൽ, കുരിശിന്റെ സവിധത്തിൽ, സക്രാരിയിൽ, അൾത്താരിയുടെ അടുത്ത്, കുടുംബങ്ങളിൽ, പ്രാർത്ഥനാലയം, ഇവിടെയൊക്കെ കർത്താവിന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വന്ന് അനുഗ്രഹിക്കുക. മറക്കരുതേ, അലങ്കോലപ്പെട്ട ജീവിതങ്ങളെ അലങ്കരിക്കാനാണ് കർത്താവ് വരുന്നത്. തകർന്നുപോയ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കാനാണ്, ആശീർവദിക്കാനാണ്, അഭിഷേകം ചെയ്യാനാണ് ഈശോ നമ്മുടെ പക്കലേക്ക് വരുന്നത്. നീ രോഗിയാണോ? നിന്നെ സുഖപ്പെടുത്താൻ. നീ ദരിദ്രനാണോ? നിന്നെ സമ്പന്നനാക്കാൻ. നീ തകർന്നവനാണോ? നിനക്ക് ഉന്മേഷം തരാൻ. നീ നിരാശനാണോ? നിനക്ക് പ്രത്യാശ നൽകാൻ. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ നീ തകർന്നിരിക്കുകയാണോ? നിന്നെ ബ്ലെസ് ചെയ്യാനായിട്ട് കർത്താവ് ഇതാ കാത്തു നിൽക്കുന്നു. നീ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഭക്തിയോടെ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം ശ്രവിക്കുമ്പോൾ അവിടുത്തെ നാമം നാം അനുസ്മരിക്കുകയാണ്. കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി കർത്താവിന്റെ കരം ഓരോരുത്തരുടെ ശിരസിൽ വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറയെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്ന് ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.